കാണുന്നുണ്ട്, കണ്ടിട്ടുമുണ്ട്, എൻ്റെ കൂടെയുള്ളവർ വരെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിൽ നിന്ന് മൊത്തം കയ്യടി വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മീഡിയ ക്യാമ്പസുകളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്. ക്യാമ്പസുകളിലൂടെ ചെന്നിട്ട് കുട്ടികളോട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പല ചോദ്യങ്ങളും ഒക്കെ ചോദിച്ചൊക്കെ ഇങ്ങനെ വേറൊരു അർത്ഥ തലങ്ങളിലേക്ക് ചിന്തിപ്പിക്കുന്ന ഒരു ലക്ഷ്യം അവർക്കുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് അവരുടെ ഓരോ ചോദ്യങ്ങളും ക്യാമ്പസുകളിലൂടെയുള്ള അവരുടെ യാത്രകളൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ കണ്ട ഒരു സംഭവം, ഒരു ക്യാമ്പസിൽ കുട്ടികൾക്കിടയിൽ ഈ മീഡിയയിൽപ്പെട്ട ആളുകൾ ചെന്നിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കുട്ടീനെ ഒരു പെൺകുട്ടിയോടാണ് ചോദിക്കുന്നത്. അതെ. അപ്പോൾ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് ചോദിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ പെൺകുട്ടി വളരെ പക്വമായിട്ട്, ഞാൻ ഈ ഒരു പുതിയ ജനറേഷൻ്റെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഉത്തരങ്ങൾ ആ കുട്ടി അവിടെയുള്ള സദസ്സിന് കൊടുക്കുകയാണ്. നമ്മൾ പറയുമല്ലോ, എല്ലാം പിന്നെ ഭരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്, ഒരു തെറ്റായ കാര്യത്തെ 100 വട്ടം നല്ലതാക്കി പോസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നൊരു കാലത്ത് ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചും സോഷ്യൽ മീഡിയനെ കുറിച്ചും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത്, ഞാൻ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നില്ല എന്നാണ്. ഞാൻ അപൂർവമാണ് അങ്ങനെ ക്യാമ്പസുകൾ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പ്രതികരണം കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ആ കുട്ടി പറയുന്നത്, നമ്മുടെ പിന്നെ കാരണവന്മാരും നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തെ വളരെ ശ്രദ്ധാപൂർവം ചെയ്തിട്ടാണ് അടുത്തൊരു കാര്യത്തിലേക്ക് പോകാറുള്ളത്. പക്ഷെ നമ്മളിന്ന് എത്ര പ്രധാനപ്പെട്ട കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മുടെ ശ്രദ്ധയെ അങ്ങേയറ്റം പിന്നെ അതിൽ നിന്ന് തിരിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് സോഷ്യൽ മീഡിയ പൊതുവേ മാറിയിട്ടുണ്ട്. അതിൽ ഇൻസ്റ്റഗ്രാം വളരെ ഗൗരവത്തിൽ അതിൽ പങ്കുവഹിക്കുന്നുണ്ട്. പിന്നെ മുമ്പുള്ള ആളുകൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് അവർക്ക് അത് ചെയ്യാനും പൂർത്തിയാക്കാനുള്ളൊരു ശ്രദ്ധ കിട്ടിയിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ആർക്കും അത് കിട്ടുന്നില്ല എന്ന് രണ്ടാമത്തെ ഒരു പോയിന്റ്. പിന്നെ ആ കുട്ടി പറഞ്ഞതെന്താ വെച്ചാൽ, എനിക്കിപ്പോൾ ഇത്ര വയസ്സൊക്കെ ആയിട്ടുള്ളൂ, പക്ഷേ എൻ്റെ മുമ്പിൽ ഒരുപാട് കുട്ടികൾ നശിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ലൈവായിട്ട് കാണുന്നുണ്ട്, കണ്ടിട്ടുമുണ്ട്, എൻ്റെ കൂടെയുള്ളവർ വരെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിൽ നിന്ന് മൊത്തം കയ്യടി വന്നു എന്നുള്ളതാണ്. അതെ. ആ ഈ കുട്ടിയുടെ ഈ ഒരു മറുപടി, അതും 2-3 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, എല്ലാത്തിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കുന്ന കൂടപ്പിറപ്പുകൾ, പിയർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ വരെ ഇതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി മറുപടി പറയുമ്പോൾ അത് മൊത്തത്തിൽ എല്ലാ കുട്ടികൾക്കും പാരൻസിനും ഇന്നത്തെ തലമുറയ്ക്ക് വരെ മാതൃകാപരമായ ഒരു റെസ്പോൺസാണ്, റിപ്ലൈ ആണ്, മറുപടിയാണ് ആ കുട്ടി നൽകുന്നതിൽ ഏറ്റവും വലിയ പോയിന്റാണ്.